ഇപ്പൊ കഴിഞ്ഞ ദിവസം തന്നെ ഡീൻ പറഞ്ഞിരിക്കുന്ന ഒരു പ്രസ്താവന നോക്കൂ, നമ്മളെ ഞെട്ടിക്കേണ്ടതാണ്. അദ്ദേഹം പറയുന്നത് 16-ാം തീയതി സിദ്ധാർത്ഥൻ ഇങ്ങനെ ക്രൂരമായിട്ടുള്ള മർദ്ദനം ഏറ്റു എന്ന് പോലീസ് പറയട്ടെ എന്നാണ് പറയുന്നത്. അതായത് അദ്ദേഹത്തിന് പൂർണ്ണമായിട്ടുള്ള വിശ്വാസം അന്വേഷണ ഏജൻസി ആയിട്ടുള്ള കേരള പോലീസിലാണ്. നേരെ മറിച്ച് അദ്ദേഹം തന്നെ ഒറ്റ മിനിറ്റ് ഒരു കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ട് ശ്രീജിത്ത്. ഞാൻ ഇദ്ദേഹത്തെ ടെലിഫോണിൽ വിളിച്ച് സംസാരിച്ചിരുന്നു. ഞാൻ അന്ന് അദ്ദേഹം എൻ്റെ അടുത്ത് പറഞ്ഞത് ഈ സിദ്ധാർത്ഥൻ അദ്ദേഹത്തിന് പരാതി കൊടുത്തില്ല എന്നാണ്, പരാതിപ്പെട്ടില്ല എന്ന്. നോക്കൂ, അല്ല അത് അദ്ദേഹം ആ ഒരു രീതിയിൽ മാത്രമല്ല പറയുന്നത്. സിദ്ധാർത്ഥൻ ഡീനിന് പരാതിപ്പെട്ടില്ല എന്ന് മാത്രമല്ല, അദ്ദേഹം മാധ്യമങ്ങളെ കാണുന്ന സമയത്ത് പറയുന്നത് 17-ാം തീയതിയും 18-ാം തീയതിയും തന്റെ വീട്ടിൽ തന്റെ വീട്ടുകാരോട് സിദ്ധാർത്ഥൻ ഫോണിൽ സംസാരിക്കുന്ന സമയത്ത് അവരോട് പോലും താൻ ഇങ്ങനെയുള്ള ഒരു പീഡനത്തിന് വിധേയനാവുകയാണ് എന്ന് പറഞ്ഞില്ല എന്നാണ്. ഒന്ന് ആലോചിച്ച് നോക്കുക, ഏതൊരു സാഹചര്യത്തിലായിരിക്കാം സിദ്ധാർത്ഥനുള്ളത്, ആരോഗ്യം, അദ്ദേഹത്തിന്റെ ശാരീരിക സ്ഥിതി എത്രത്തോളം മോശമായിരുന്നു എന്നുള്ളത് ആ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും. അങ്ങനെ ഒരുപക്ഷെ എണീറ്റ് നിന്ന് സംസാരിക്കാൻ പോലും കഴിയാതിരുന്ന ഒരാൾ മുക്കിയും മോളിയും എന്തെങ്കിലും കാര്യങ്ങൾ അവിടെ പറഞ്ഞിട്ടുണ്ട് എങ്കിൽ അത് മറ്റുള്ള ആൾക്കാരുടെ നിയന്ത്രണത്തിലും അവർ പറയുന്നതനുസരിച്ചായിരിക്കും എന്ന് ഊഹിക്കാനുള്ള ഒരു സാമാന്യ ബുദ്ധി പോലും ഒരു ഡീനിന് ഇല്ലാതെ പോയോ എന്നുള്ളതാണ്. അപ്പൊ ഇവിടെ പ്രശ്നം എന്താണ്? ഇനി ഒരിക്കലും തിരിച്ചു വരാൻ കഴിയില്ല എന്ന് ഉറപ്പുള്ള ഒരാളിന്റെ മേൽ അദ്ദേഹത്തിന്റെ ഒരു വീഴ്ചയായിരുന്നു ഈ കാര്യം പുറത്തറിയാത്തത് എന്ന രീതിയിലത്തേക്ക് ആരോപണം കൂടി ചുമത്തുകയാണ്. അപ്പൊ ആ രീതിയിലത്തേക്ക് മരണപ്പെട്ടു പോയ ഒരാളിന്റെ പുറത്തേക്ക് വീണ്ടും കുറേയധികം അയാൾ ഇന്നത് ചെയ്തില്ല, മറ്റേത് ചെയ്തില്ല, അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ അറിയുമായിരുന്നു, വീട്ടുകാരറിയുമായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് മരണപ്പെട്ട ഒരാളിനെ കുറ്റപ്പെടുത്താൻ വേണ്ടി കൂടി ഇദ്ദേഹം ശ്രമിക്കുകയാണ്. അദ്ദേഹം തന്നെ പറയുന്നത്, നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ 16-ാം തീയതി കൊടിയ പീഡനത്തിന് വിധേയനായിട്ടുണ്ട് എന്നുള്ളത് പോലീസ് പറയട്ടെ എന്നാണ്. അദ്ദേഹം മാധ്യമങ്ങളെ കാണുന്ന സമയത്ത് തന്നെ പറയുന്നുണ്ട് താൻ ഒരു വെറ്ററിനറി സർജൻ ആണ് എന്ന്. എന്നിട്ട് ഈ പോസ്റ്റ്മോർട്ടം ചെയ്യുന്നത് ആരാണ്? ഒരു ഫോറൻസിക് സർജൻ അല്ലേ? അപ്പൊ ശാസ്ത്രീയമായിട്ട് നടത്തിയിരിക്കുന്ന ഒരു ഫോറൻസിക് പരിശോധനയുടെ ഭാഗമായിട്ട് ഒരു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വരുമ്പോൾ ആ റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്ന കാര്യത്തിൽ, അതായത് 3 ദിവസമായിട്ട് ഭക്ഷണം കിട്ടിയിട്ടില്ല, കൊടിയ പീഡനത്തിന് വിധേയനായിട്ടുണ്ട് എന്ന കാര്യം പറഞ്ഞിരിക്കുന്നത് പോലും കേരള പോലീസ് പറഞ്ഞെങ്കിൽ മാത്രമേ ഡീൻ അത് കണക്കിലെടുക്കുകയുള്ളൂ എന്ന രീതിയിലത്തേക്ക് വന്നു കഴിഞ്ഞാൽ അദ്ദേഹം ഒരു രാഷ്ട്രീയമായിട്ടുള്ള ഒരു അടിമയാണ് എന്ന രീതിയിലത്തേക്ക് ആരോപണം ഉന്നയിക്കുന്നതിന് മറ്റൊരു കാര്യവും വേണ്ട. അപ്പൊ ഞാൻ പറയുന്നത്, ഇങ്ങനെയുള്ള ആൾക്കാർ, ഇങ്ങനെ വിളവ് തിന്നുന്ന വേലികൾ നമ്മുടെ നാട്ടിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ, നമ്മുടെ നാട്ടിലെ കലാലയങ്ങളിൽ ഉണ്ട് എങ്കിൽ പിന്നെ എന്ത് രീതിയിലുള്ള സംരക്ഷണമാണ് ഇവിടെ വിദ്യാർത്ഥികൾക്ക് ഉണ്ടാകേണ്ടത്? ഒരു ഡീൻ അവിടുത്തെ സെക്യൂരിറ്റി ഓഫീസർ അല്ല എന്ന് പറയുമ്പോൾ ഈ രക്ഷകർത്താക്കളാണെങ്കിലും അവിടെ പറയണം, അവിടെ താമസിക്കുന്ന, ഹോസ്റ്റലിൽ താമസിക്കുന്ന, അവിടെ വിദ്യാഭ്യാസം നടത്തുന്ന വിദ്യാർത്ഥികളുടെ സുരക്ഷിതത്വം പിന്നെ ആരാണ് നോക്കേണ്ടത്? അത് നോക്കേണ്ടത് ഇന്റലിജൻസ് ബ്യൂറോ ആണോ, അല്ലെങ്കിൽ റോ ആണോ, അല്ലെങ്കിൽ പ്രധാനമന്ത്രിയുടെ സെക്യൂരിറ്റി അപ്പറാറ്റസ് ആണോ അത് നോക്കേണ്ടത്? അത് നോക്കാൻ അവിടെ ഒരു മാർഗമില്ല എങ്കിൽ അത് ഏർപ്പെടുത്തുക എന്നുള്ളതാണ് പ്രധാനം. അപ്പൊ ഇവരെല്ലാവരും തന്നെ തങ്ങളുടെ ഉത്തരവാദിത്തത്തിൽ നിന്ന് കൈ കഴുകി മാറുകയാണ്. ഇപ്പോൾ ഭക്ഷണം കഴിക്കേണ്ടത് ഹോസ്റ്റലിലെ മെസ്സിൽ വന്നിട്ടാണ് എന്ന് ഡീൻ പറയുന്ന സമയത്ത് അവിടെ ഉണ്ടായിരുന്ന വിദ്യാർത്ഥികൾ, അദ്ദേഹം പറയുന്നുണ്ടല്ലോ വിദ്യാർത്ഥികളോട് സംസാരിച്ചു എന്ന്, വിദ്യാർത്ഥികൾ പറയുന്നത് എന്താണ്? ഭക്ഷണം ഹോസ്റ്റലിന്റെ സെക്രട്ടറിയും അവിടുത്തെ കുക്കും കൂടി ഇദ്ദേഹത്തിന്റെ മുറിയിൽ, സിദ്ധാർത്ഥന്റെ മുറിയിൽ കൊണ്ടു കൊടുത്തു എന്നാണ്. അപ്പൊ ആ കാര്യത്തിനെ പറ്റി പോലും അവിടെയുള്ള വിദ്യാർത്ഥികൾ പറയുന്നതും ഡീൻ പറയുന്നതുമായിട്ടുള്ള കാര്യങ്ങളിൽ പരസ്പര വൈരുദ്ധ്യമുണ്ട്. നമ്മൾ ആലോചിക്കേണ്ടത്, ഈ രീതിയിലുള്ള വൈരുദ്ധ്യമൊക്കെ ഒരുപക്ഷെ ഉണ്ടാകാം ഈ സംഭവം നടന്ന ദിവസമോ അതിന് പിറ്റേന്ന് പറയുന്നതെങ്കിൽ കുറച്ചധികം സോഴ്സിൽ നിന്ന് മാത്രം ലഭിച്ചിരിക്കുന്ന ഇൻഫർമേഷന്റെ പുറത്താണ് ഇവരൊക്കെ ഇത് പറയുന്നത് എന്ന് നമുക്ക് വിചാരിക്കാം. പക്ഷെ നമ്മൾ ഈ ഡീനിന്റെ ഒക്കെ പ്രതികരണം കാണുന്നത് ഈ മരണം നടന്നതിന് ശേഷം 10-12 ദിവസം കഴിഞ്ഞതിന് ശേഷമാണ്. അപ്പൊ അങ്ങനെ ഒരു കാര്യം, പരാതി അവിടെ ലഭിച്ചിട്ടില്ല എന്ന് പറയുക, ഈ മർദ്ദനത്തിന് വിധേയനായിരിക്കുന്ന ആളിന് പരാതിപ്പെടാനുള്ള സാഹചര്യമുണ്ടോ, ശാരീരികാവസ്ഥയുണ്ടോ എന്നതിനെ പോലും പരിഗണിക്കാതെ അയാളെ കുറ്റപ്പെടുത്തുന്നതിന് വേണ്ടി ശ്രമിക്കുന്ന ഒരാൾ തീർച്ചയായിട്ടും ഡീൻ എന്ന രീതിയിലല്ല, ഒരു വിദ്യാഭ്യാസ സ്ഥാപനവുമായി ബന്ധപ്പെട്ട് ഒരു പദവിയിലും, അത് അവിടെ ഒരു സ്വീപ്പറായിട്ടോ ഒരു ക്ലീനറായിട്ടോ പോലും അവിടെ ജോലി ചെയ്യാനായിട്ട് അദ്ദേഹത്തിന് യാതൊരു വിധത്തിലുള്ള അർഹതയോ അവകാശമോ ഇല്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കാരണം ഇതൊക്കെ തന്നെ കുറച്ചധികം മാനുഷിക മൂല്യങ്ങളുടെ പേരിൽ കൂടി പ്രവർത്തിക്കേണ്ടുന്ന സ്ഥാപനങ്ങളാണ്. നമ്മളറിയാമല്ലോ, ഇത് വളരെ സയന്റിഫിക് ആയിട്ട് കുട്ടികളെ ശാസ്ത്രം പഠിപ്പിക്കുന്ന ഒരു കേന്ദ്രമാണ്. അപ്പൊ ശാസ്ത്രം പഠിപ്പിക്കുക എന്നതിനോടൊപ്പം തന്നെ സാമൂഹ്യ ബോധവും പരസ്പര ബഹുമാനവും എല്ലാം തന്നെ ഉണ്ടായി നല്ല ഉന്നത പൗരബോധമുള്ള ആൾക്കാരായിട്ട് നാളെ വരേണ്ടുന്ന ആൾക്കാരാണ്. അപ്പൊ അവരെ ഈ രീതിയിൽ ദുഷിപ്പിക്കുന്ന ഒരു വിദ്യാർത്ഥി പ്രസ്ഥാനം അവിടെ ഉണ്ടാവുക, അതിന്റെ ചൂട്ടുപിടിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അധ്യാപകരുണ്ടാവുക, അതിന് വേണ്ടുന്ന രീതിയിലുള്ള മറ്റ് മേലധികാരികൾ ഉണ്ടാവുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഈ വിഷം വിളയിക്കുന്നതിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയിരിക്കുന്ന ഒരു പാഠം എന്നതിനപ്പുറത്തേക്ക് ഈ ഒരു പൂക്കോട് എഞ്ചിനീയറിംഗ് കോളേജിനെ പൂക്കോട് വെറ്ററിനറി കോളേജിനെ മറ്റൊരു രീതിയിലത്തേക്കും കാണാൻ കഴിയില്ല. അപ്പൊ അവിടെ ഒരു ശുദ്ധീകരണം നടത്തി അത് വിദ്യാർത്ഥികൾക്ക് വേണ്ടി നിലനിൽക്കുന്ന ഒരു സ്ഥാപനമാണ് എന്ന് കാണിക്കേണ്ടതിന്റെ ഉത്തരവാദിത്തം നമ്മുടെ സർക്കാരിനുണ്ട്. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ആ രീതിയിലുള്ള ഒരു തീരുമാനം ഉണ്ടാകുന്നതിന് വളരെ വൈകി, അവിടെ നിന്ന് ഒന്നും ഉണ്ടായില്ല. ആ സമയത്ത് അവിടെ കൃത്യമായിട്ടുള്ള ഇടപെടലുകൾ നടത്തി VC പുറത്താക്കി
പുറത്തിറക്കിയ ഗവർണർ പിന്നീട് വന്നിരിക്കുന്ന പുതിയ VC വിശദീകരണങ്ങൾ ചോദിക്കുന്നു. അതിനുശേഷം ഡീനിനെയും മറ്റ് അസിസ്റ്റന്റ് വാർഡനെയും ഒക്കെ സസ്പെൻഡ് ചെയ്യാനുള്ള തീരുമാനമെടുക്കുന്നു. അത് വളരെ ശുഭോദർക്കമായിട്ടുള്ള കാര്യമാണ്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആ തീരുമാനം ഉണ്ടാകേണ്ടിയിരുന്നത് സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നായിരുന്നു. അതുണ്ടായില്ല എന്ന് പറയുമ്പോൾ തന്നെ ഈ അന്വേഷണം ഏത് ഗതിയിലേക്കാണ് പോകാൻ സാധ്യതയുള്ളത് എന്നതിനെ പറ്റി വളരെ വ്യക്തമായിട്ടുള്ള സൂചനകളാണ് നമുക്ക് ലഭിക്കുന്നത്. ശ്രേയനം.